ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പറയണം ജോത്സരെ. അത് സാറേ, ഇവിടുത്തെ മരുമകൾ വന്ദനയും മകളെയും കുറിച്ച് ഞാൻ കവടി നോക്കി പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു. വന്ദനെ, ഞാൻ ഒരിടം വരെ പോവാ. ഞാൻ വരുന്നത് വരെ വന്ദനയും നീയും ഇവിടെ തന്നെ കാണണം. എല്ലാവരോടും കൂടി പറയാ, ഞാൻ പോയിട്ട് വരുന്നത് വരെ വന്ദനയ്ക്കും ദേയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ ജഗന്റെ മറ്റൊരു മുഖം ഇവിടെ എല്ലാരും കാണേണ്ടി വരും. ആരാ? മനസ്സിലായില്ല. ജാതകം നോക്കാനാണെങ്കിൽ ഇരിക്കൂ. എന്താണ് വേണ്ടത്? ജാതകം ഒന്ന് നോക്കി പറയണം. ആയിക്കോട്ടെ, ജാതകം എടുക്കൂ. ജാതകങ്ങളില്ല. ആ, ജനന സമയം പറഞ്ഞാലും മതി. അതുമില്ല. അങ്ങ് മഹാസിദ്ധനാണെന്നും ജാതകമോ ജനന സമയമൊന്നും ഇല്ലാതെ തന്നെ ചിലത് ജ്ഞാനദൃഷ്ടിയിൽ തന്നെ ചേരില്ലെന്ന് പ്രവചിക്കുന്ന അറിഞ്ഞിട്ട് വന്നതാ. കുഞ്ഞെ, എന്നെ ഉപദ്രവിക്കരുത്. ഉപദ്രവിക്കാനല്ല, കൊല്ലാനാ പോകുന്നേ. കള്ള ജോത്സ്യം പറഞ്ഞ് നീയൊക്കെ എത്ര കുടുംബങ്ങളെ നശിപ്പിക്കുന്നേ. അയ്യോ, അരുത് കുഞ്ഞെ, എന്നെ ഉപദ്രവിക്കരുത്. ഒരബദ്ധം പറ്റിയതാ, എന്നോട് ക്ഷമിക്കണം. ഞാൻ എല്ലാം പറയാം. എങ്കിൽ പറയണോ? ജോത്സ്യൻ വന്ന് കവടി നിർത്തുന്നതിന് മുമ്പായിട്ട് എനിക്ക് സ്വകാര്യമായി ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അത് ഫോണിൽ പറഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ടാ നേരിട്ട് കാണണമെന്ന് പറഞ്ഞത്. മാഡം പറഞ്ഞാട്ടെ. ജോത്സ്യൻ അവിടെ വന്ന എന്താണ് ചെയ്യാൻ പോകുന്നത്? കവടി നിരത്തി കുറുപ്പ് സാറിന്റെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളുടെയും ഗ്രഹനില പ്രകാരമുള്ള ഫലങ്ങൾ പറയും. അതാണല്ലോ പ്രശ്നം വെപ്പിന്റെ രീതി. എന്നാൽ ഗ്രഹനില പ്രകാരമുള്ള സത്യങ്ങൾ മാത്രം വിളിച്ചു പറയാനല്ല ജോത്സ്യനെ അങ്ങോട്ട് ക്ഷണിക്കുന്നത്. ഗ്രഹനിലയുമായിട്ട് ഒട്ടും യോജിക്കാത്ത ചില അസത്യങ്ങളും വിളിച്ചു പറയണം. കുടുംബത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത ചില ദുരന്തങ്ങൾ ഉറപ്പായും സംഭവിക്കുമെന്ന് തറപ്പിച്ചു പറയണം. ആ കാര്യത്തിൽ കേൾക്കുന്നവർക്ക് വിശ്വാസം തോന്നുന്ന രീതിയിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കണം. മാഡം പറയുന്നത് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം. കുറുപ്പിന്റെ മകൻ കെട്ടിക്കൊണ്ടുവന്ന വന്ദനയും അവളുടെ വളർത്തുമോളും ആ വീട്ടിലുണ്ട്. രണ്ടാളും കടുത്ത ജാതകദോഷക്കാരാണെന്ന് ജോത്സ്യൻ കവടി നിരത്തി പറയണം. വന്ദന ശാപദോഷക്കാരിയാണെന്ന് നേരത്തെ തന്നെ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആരും അത് വിശ്വസിക്കും. വന്ദനയും ദിയയും ഒരു കാരണവശാലും കുറുപ്പിന്റെ വീട്ടിൽ കഴിയാൻ യോഗ്യതയുള്ളവരല്ലെന്ന് ഒരു ധാരണ സൃഷ്ടിക്കണം. എന്തു പറയുന്നു? ആരൂഢത്തിൽ തെളിയുകയാണെങ്കിൽ പറയാം. തെളിഞ്ഞില്ലെങ്കിലോ? ക്ഷമിക്കണം മാഡം, അത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇതൊരു ദൈവിക സിദ്ധിയാ, എന്റെ അന്നം. അതിൽ കള്ളം ചേർക്കാൻ എനിക്കാകില്ല. എത്രയോ വർഷക്കാലമായി ജ്യോത്സ്യപ്പണി ചെയ്യുന്നയാളാ ഞാൻ. മഹാജ്യോത്സ്യനായ സുബ്രഹ്മണ്യസ്വാമികളാണ് എന്റെ പിതാവും ഗുരുവും ഉപാസനാമൂർത്തിയും. നാളിതുവരെ കള്ളം പറഞ്ഞ് കാശ് വാങ്ങിയ ചരിത്രമില്ല. സർവേശ്വരൻ പട്ടിണിയില്ലാതെ കാക്കുന്നു. നിത്യവൃത്തിക്കുള്ള കാശ് മുടങ്ങാതെ കിട്ടുന്നുണ്ട്.
അത് മതി എനിക്ക്. അപ്പോ ജോത്സ്യൻ അങ്ങോട്ട് വരുന്നില്ലേ? ഇല്ല, സത്യവിരോധം പറയാനായിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ഇതാണ് കുഞ്ഞെ സംഭവിച്ചത്. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ. എന്നോട് കുഞ്ഞ് പൊറുക്കണം. ഛേ! എടോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ കാലത്തും ജനങ്ങൾ തന്നെ പോലെയുള്ളവർ വിശ്വസിക്കുന്നത് ഇതൊരു ശാസ്ത്രമായതുകൊണ്ടാ. അറിയാം കുഞ്ഞെ, ഇനി ഇങ്ങനെ നിർത്തടോ. ജനങ്ങളുടെ വിശ്വാസമാണ് തന്റെ അന്നം. ആ വിശ്വാസം തകർന്നാൽ എല്ലാം തീർന്നു. ക്ഷമിക്കണം. ഇനി ഒരിക്കലും തെറ്റ് ചെയ്യില്ല ഞാൻ. ചെയ്യരുത്. ചെയ്താ പിന്നെ ഇവിടെ ഇരുന്ന് കവടി നിർത്താൻ താൻ ഉണ്ടാവില്ല. എടോ, മനസ്സ് ദൈവത്തിൽ അർപ്പിച്ച് ചെയ്യുന്ന മഹനീയ കർമ്മമാണ് ജ്യോതിഷം. അതിനെ വെറും വിൽപ്പന ചരക്കാക്കരുത്. താനേ ഇപ്പൊ എന്റെ കൂടെ വരണം. കുഞ്ഞെ, ഇനി എന്നെ ഉപദ്രവിക്കല്ലേ. എണീക്കടോ, എണീക്കാൻ. വാ, വാ എന്റെ കൂടെ. കുഞ്ഞെ, വാടോ. വാടോ ഇങ്ങോട്ട്. വാടോ ഇങ്ങോട്ട്. അമ്മേ, അച്ഛാ, അപ്പച്ചി, ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താടാ? എന്തിനാടാ ജോൾസിനെ വീണ്ടും വിളിച്ചു വരുത്തിയത്? പറയാം. വന്ദനം കൂടി വരട്ടെ. ആ, വന്ദനയും വന്നല്ലോ. ഏതായാലും വെറുതെ വിളിച്ചു വരുത്തിയൊന്നുമല്ല. വന്ന കാര്യം ജോത്സ്യർ തന്നെ പറയും. പറയണം ജോത്സ്യരെ. അത് സാറേ, ഇവിടുത്തെ മരുമകൾ വന്ദനയും മകളെയും കുറിച്ച് ഞാൻ കവടി നോക്കി പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു. എല്ലാം അസത്യം. മാനത്തെ കൊട്ടാരം